കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിച്ച് ഈ ദിവസങ്ങളിൽ ഈ ദൈവസഭയിലായിരിക്കാനായിട്ട് ദൈവം അവസരം ഒരുക്കിയത് ഓർത്ത് കർത്താവിനെ മഹത്വപ്പെടുത്തുകയാണ്. I praise God that the Lord gave me an opportunity to be with you all this last week. പ്രിയ പാസ്റ്ററേയും കുടുംബത്തെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. അതുപോലെ ഇവിടെയുള്ള കർത്താവിൻ്റെ വിലപ്പെട്ട ദാസന്മാരെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുകയും കർത്താവിൻ്റെ വിലപ്പെട്ട ദാസന്മാരോട് പ്രിയ പാസ്റ്ററോടും കുടുംബത്തോടും ഒരുമിച്ച് ദൈവസഭയോട് ഒരുമിച്ച് ദൈവസന്നിധിയിലായിരിക്കാൻ നിങ്ങൾ ഭവനങ്ങളിൽ കടന്നു വരുവാൻ ശുശ്രൂഷിക്കുവാൻ വിവിധ നിലകളിലുള്ള സ്നേഹവും കരുതലും ആ ശുശ്രൂഷകളെല്ലാം അനുഭവിപ്പാൻ ദൈവം എനിക്കും ഭാഗ്യം നൽകിയത് ഓർത്ത് കർത്താവിനെ സ്തുതിക്കുകയും സഭയോടും പ്രത്യേകിച്ച് പാസ്റ്ററോടും കൃത്യദാസന്മാരുടെ ദൈവമക്കളുള്ള പ്രത്യേക നന്ദി ഞാൻ പ്രാരംഭത്തിൽ തന്നെ അറിയിക്കുകയാണ്. Let me express my gratitude to the pastors and the church for enabling me to be with you and share the word of God. ഒത്തിരി നന്ദിയുണ്ട്. ദൈവം കൃപയാൽ എനിക്കിങ്ങനെ വരാനും ഒരു പ്രാവശ്യം കൂടെ ഈ സഭയിൽ വരാനും ദൈവമക്കളോട് ചേർന്നായിരിക്കാനും വളരെ സന്തോഷം അനുഭവിപ്പാൻ കരുതൽ അനുഭവിപ്പാനായിട്ട് ഭാഗ്യം കിട്ടി. ഞാൻ വളരെ നന്ദിയുള്ളവനാണ്. കർത്താവ് നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. I have much gratitude in my heart for inviting me over and giving this opportunity. മത്തായിയുടെ സുവിശേഷം 14-ാം അധ്യായം. Gospel according to Matthew chapter 14. 13, 14 വാക്യം നമുക്ക് വായിക്കാം. 15, 13, 14, 15 വാക്യം. Verses 13 to 15. When Jesus heard about it, he withdrew from there by boat to a remote place to be alone. When the crowds heard this, they followed him on foot from the towns. As he stepped ashore, he saw a huge crowd, felt compassion for them, and healed their sick. When evening came, the disciples approached him and said, "This place is a wilderness, and it's already late. Send the crowds away so they can go into the villages and buy food for themselves." പരിശുദ്ധ ദൈവമേ, സ്വർഗീയ പിതാവേ, ഇന്ന് പകൽ അങ്ങയുടെ വലിയ സാന്നിധ്യവും നിങ്ങളുടെ മധ്യമുള്ളതിനായി സ്തോത്രം ചെയ്യുന്നു. നിങ്ങളുടെ ദാസന്മാരെ ബലപ്പെടുത്തണമേ. ഇതുവരെയുള്ള ഓരോ കാര്യങ്ങളിലും ആരാധനയിലും പാട്ടിലും പ്രാർത്ഥനയിലും ശുശ്രൂഷയിലും ഒക്കെ ദൈവം സങ്കീർത്തനത്തിലൂടെ എല്ലാം ശക്തമായി ഇടപെട്ട ദൈവസ്നേഹത്തിനായി നന്ദി, നൽകിയ ദൂതിനായി നന്ദി. കർത്താവേ ഞങ്ങളുടെ തിരുമേശയുടെ മധ്യത്തിലുണ്ടല്ലോ, എല്ലാം ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ സഹായിക്കണമേ. അല്പസമയം കൂടെ ദൈവസന്നിധി ഞങ്ങളായിരിക്കുമ്പോൾ നിങ്ങൾക്ക് ആവശ്യമായൊരു ദൈവിക ദൂതും കൂടെ വചനവും കൂടെ നൽകിത്തരണമേ. ദാസന്മാരായ ഞങ്ങളെ ദൈവം ബലപ്പെടുത്തണമേ. പരിശുദ്ധാത്മാവിന് വലിയ ശക്തിയുടെ മേൽ അയക്കണമേ. പൊന്നുനാമത്വപ്പെടണമേ. പ്രാർത്ഥന കേട്ടുകൊണ്ട് സ്തോത്രം യേശു ക്രിസ്തു നാമത്തിൽ തന്നെ. ഇവിടെ വായിച്ച വാക്യം വളരെ പരിചയമുള്ളൊരു വാക്യമാണ്. This is a very familiar passage for us. അത് കേട്ടിട്ട് യേശു അവിടം വിട്ട് പടകിൽ കയറി നിർജ്ജനമായ സ്ഥലത്തേക്ക് വേറിട്ട് വാങ്ങിപ്പോയി എന്നാണ്. When Jesus heard about it, he withdrew from there by boat to a remote place to be alone. എന്തുവാ യേശു കേട്ടത് എന്ന് ഉണ്ട്. It is written what Jesus heard about. എന്ത് കേട്ടിട്ടാണ് എന്ന് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ, if we think what did Jesus hear about, അതിൻ്റെ 14-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ കഴിയും. കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഹെരോദ് രാജാവിൻ്റെ കൊട്ടാരത്തിൽ ഒരു ഫംഗ്ഷൻ നടക്കുകയാണ്. we know that we read about that there is a birthday celebration in King Herod's palace. അന്നേരം അവിടെ ഒരു ഡാൻസ് പ്രോഗ്രാം ഉണ്ടായിരുന്നു. There was a dance program there. അത് വളരെ ഇഷ്ടപ്പെട്ടു രാജാവിന്. The king liked it much. അപ്പോൾ ഡാൻസ് കളിച്ച കുട്ടിയുടെ ഡാൻസ് ഇഷ്ടപ്പെട്ടപ്പോൾ രാജാവ് ചോദിച്ചു, എന്തുവാ വേണ്ടതെന്ന് ചോദിച്ചു സമ്മാനമായിട്ട്. Because she liked the dance of the dancer, he asked her, "What do you want as a reward?" അപ്പോൾ പെൺകുട്ടി പറഞ്ഞത്, എൻ്റെ അമ്മയൊക്കെ ആയിട്ട് ആലോചിച്ചിട്ട് പറഞ്ഞു, ഈ പാപത്തിന്റെ നേരെ വെല്ലിച്ചുകൊണ്ടത് ഉപദേശിയുടെ തല വേണമെന്ന് പറഞ്ഞു. So this girl went to her mother after her counsel, came back and said, "I want the head of this pastor who points a finger at sin." സ്നാപയോഹന്നാൻ ചില തെറ്റുകളെല്ലാം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്.
John the Baptist was always pointing out the sins. ഹെരോദ് രാജാവൊക്കെ ചെയ്യുന്ന തെറ്റുകൾക്ക് നേരെ ഈ യോഹന്നാൻ വിരൽ ചൂണ്ടി. He even pointed a finger at King Herod and his sin. അതുകൊണ്ട് പറഞ്ഞു, അതുകൊണ്ട് ആ തലയും വെട്ടിയെടുക്കാൻ പറഞ്ഞു. So the girl requested for the head and the king agreed. മനുഷ്യരെ പ്രസാദിപ്പിക്കാൻ വേണ്ടി ഹെരോദ് രാജാവ് തല വെട്ടിയെടുത്ത് ഒരു താലത്തിലാക്കി ഇങ്ങനെ എന്താ വേൾഡ് കപ്പ് കൊണ്ട് കൊടുക്കുന്ന പോലെ കൊണ്ട് കൊടുക്കുന്ന ഭാഗമാണ് അതിന്റെ ആരംഭ ഭാഗത്ത്. Because of his oath, the King Herod executed John and brought his head in a platter. എന്താ കേട്ടേന്നാണ് ഞാൻ ഈ പറയുന്നത്. I am telling you, what did Jesus hear? യേശു എന്ത് കേട്ടെന്നായി പറയുന്നത്? What Jesus heard. നിങ്ങൾ വിചാരിക്കുന്ന തുടക്കത്തിൽ തന്നെ തലവെട്ടും പരിപാടിയായിട്ട് ഇറങ്ങിയൊന്നും വിചാരിക്കില്ല. Don't think I mean beginning my message with the execution and all. ആ ഭാഗം പറയാൻ പോകുന്നതിന് മുമ്പ് ഇതിന്റെ എന്തുവാ യേശു കേട്ടേന്ന് ഞാൻ പറഞ്ഞതാണ്. I'm just telling you, what did Jesus hear? യേശുവിന് അത് വേദന ഉണ്ടാക്കിയ ഒരു സംഭവമാണ്. Jesus was much pained by this news. യേശുവിനെ സ്നാനപ്പെടുത്തിയ, he is the one who baptized Jesus. യേശുവിനെ വഴിയൊരുക്കുവാൻ വേണ്ടി വന്ന, He is the forerunner of Jesus. സ്നാപക യോഹന്നാന്റെ തലയാണ് വെട്ടിയെടുത്തത്. That same John's head has been beheaded. അതാണ് യേശു കേട്ടത്. That is what Jesus heard. എന്തുകൊണ്ടാണ് ചോദിച്ചാൽ, എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യേണ്ടി വന്നതെന്ന് ചോദിച്ചാൽ, If you ask why it had to happen, പാപത്തിന് നേരെ വിരൽ ചൂണ്ടിയതുകൊണ്ടാണ്. because he pointed a finger at sin. അപ്പോൾ ഹെരോദാവ് എന്താ ചെയ്തത് നമ്മൾ കണ്ടു. We know what Herod did. എന്നാൽ വേറൊരു രാജാവിനെ നമ്മൾ കാണുന്നുണ്ട്. But we also see another king. ദാവീദ് രാജാവാണ്. That is King David. ദാവീദ് പാപം ചെയ്തു, David sinned. തെറ്റ് ചെയ്തിട്ട് ഏകദേശം ഒരു വർഷമെങ്കിലായി കാണും. At least a year has passed after he committed sin. തെറ്റ് ചെയ്തെന്നുള്ള ഓർമ്മയില്ല. He is not even aware that he committed sin. തെറ്റാണെന്ന് വിചാരിക്കുന്നുമില്ല. He is not even knowing that it is sin at the അതൊന്നും point. സാരമില്ലെന്ന് വിചാരിച്ചിരിക്കുക. It is all right. That's what he thinks. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരിക്കൽ നാദാം പ്രവാചകൻ ആ വീട്ടിൽ ചെല്ലും. At the time, Prophet Nathan comes to his house. ഈ കൊട്ടാരത്തിൽ നാദാം പ്രവാചകൻ വരിക. He comes to the palace. അപ്പോൾ നാദാം പ്രവാചകൻ ഇങ്ങനെ ഒരു കഥ പറയുന്ന പോലെ പറഞ്ഞു. And Nathan comes and tells a story. ഈ പട്ടണത്തിൽ ഒരു ധനവാനായ മനുഷ്യൻ ഉണ്ടായിരുന്നു, അവന് കുറെ ആടുകൾ ഉണ്ടായിരുന്നു. There was a rich man in this city and he had many sheep. ദരിദ്രനായ മനുഷ്യൻ ഉണ്ടായിരുന്നു, അവനൊരു പെണ്ണാട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. And one man had a poor man had only one sheep with him. എന്നാൽ ആ ദരിദ്രനായ മനുഷ്യന്റെ ധനവാനായ മനുഷ്യന്റെ വീട്ടിൽ ഒരു വിരുന്നുകാരൻ വന്നപ്പോൾ, വഴിപോക്കൻ വന്നപ്പോൾ, അയാളുടെ നൂറുകണക്കിന് ആടുകളൊന്നും എടുക്കാതെ ഈ പാവം പിടിച്ച ദരിദ്രനായ മനുഷ്യന്റെ ആ ഒരു പെണ്ണാടിനെ പിടിച്ച് കണ്ടിച്ച് ആഹാരം ഉണ്ടാക്കി കൊടുത്ത കഥ എങ്ങനെ പറയുക. So Nathan says that the rich man had, even though he had hundreds of sheep, what he did is when he had a gust, he took the poor man's sheep and slaughtered it. നേരം പെട്ടെന്ന് ദാവീദിന്റെ നീതിബോധം ഉയർന്നു. David's righteousness is on fire at the moment. അവൻ ആരായാലും മരണയോഗ്യനാണ്. Oh, whoever is he has to die. മരിക്കേണ്ടവനാണ്. He should die. അവൻ 4 ഇരട്ടി പകരം കൊടുക്കേണ്ടവനാണ്. And also he should pay 4 times. ഒരു വലിയ ശിക്ഷ വിധിച്ചു. David makes a judgment. നാദാം പ്രവാചകൻ ആ മനുഷ്യൻ നീയാണെന്ന് പറഞ്ഞു. And Nathan says, you are that man. നീയാണ് ആ മനുഷ്യൻ. You are that man. ഹെരോദാവ് ചെയ്തതുപോലെ ദാവീദ് ചെയ്തില്ല. But David did not do like Herod ഉടനെ did. നാദാം പ്രവാചകന്റെ കഴുത്തിൽ കയറി പിടിച്ചില്ല. He did not squeeze Nathan's head. അതിനെ ചോദ്യം ചെയ്ത് കൈകാര്യം ചെയ്തില്ല. He did not execute him or put him in prison. മറിച്ച് പെട്ടെന്ന് ദാവീദ് നിലത്തേക്ക് വീഴുകയാണ്. However, David fell down on the അവൻ floor. പൊട്ടിക്കരയുകയാണ്. He is crying out now. അവൻ ദൈവസന്നിധിയിൽ കിടന്നുരുളുകയാണ്. Oh, he is repenting before അവൻ God. ഏറ്റുപറഞ്ഞ് നിലവിളിക്കാൻ തുടങ്ങി. He started crying out to the അതാണ് Lord. 51-ാം സങ്കീർത്തനം. That is Psalms 51. ആ നിലവിളിയുടെ മറുപടിയായി And as an answer to that cry, ദൈവത്തിന്റെ കരുണയുടെ മേൽ ഒഴുകി വന്നു. oh, God's mercy flows down on David. അവൻ ഇങ്ങനെയുള്ള പരാജയങ്ങൾ വന്നയാളാണെങ്കിൽ പോലും, Even though he's a man of such failures, ദൈവദിനത്തിന് മുമ്പിൽ, before the word of God, ദൈവത്തിന്റെ സന്നിധിയിൽ, in the presence of the Lord, അത് ക്രമീകരിക്കാൻ ആ മനുഷ്യൻ തയ്യാറായി. he was ready to repent and change his life. അനുദമിക്കാൻ തയ്യാറായി. He was ready to repent. ദൈവസന്നിധിയിൽ വീണ് കിടക്കാൻ തയ്യാറായി. He was ready to fall down before അതാണ് ഈ God. 51-ാം സങ്കീർത്തനം. നിലവിളിയുടെ ശബ്ദമാണതെല്ലാം. That is why Psalms 51 is a psalm of tears and cries. അതുകൊണ്ട് അവൻ ഇല്ലാതായി പോവുകയല്ല. So that doesn't mean David is finished. ദൈവനെ അനുഗ്രഹിക്കുകയാണ്. God is blessing David. ആ പേരിന് പോലും പിന്നീട് വിലയുള്ളതായി മാറി. His name became very valuable later. യേശുവിനെ കുറിച്ച് പറയുമ്പോൾ
when we speak of Jesus, ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ച് അടക്കം ഉയർത്തുന്ന യേശു ക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക, അതാകുന്നു സുവിശേഷം എന്നാണ്. remember Jesus Christ who was born in David's lineage. അപ്പോൾ ദാവീദിന്റെ സന്തതി എന്ന് യേശുവിനെ വിളിക്കത്തക്ക രീതിയിൽ ദൈവം അവനെ ഉയർത്തുകയാണ് ചെയ്തത്. David is exalted so that Jesus is called David's son. യേശുവിന്റെ കഷ്ടാനുഭവങ്ങളെ കുറിച്ച് പ്രവചിക്കുന്ന പ്രവാചകനായി മാറി ദാവീദ്. David became a prophet who started to prophesy about Jesus' passion. തെറ്റ് വരാഞ്ഞിട്ടല്ല, Not because he didn't commit sin. വരാഞ്ഞിട്ടല്ല, Hallelujah. ദൈവസന്നിധിയിൽ പരിഹരിക്കാൻ കഴിഞ്ഞപ്പോൾ അത് അനുഗ്രഹമായി മാറി. When he was able to rectify his sin, it became a blessing for him. ഹേരോദാവിന്റെ അന്ത്യമൊക്കെ ഭയാനകമായിരുന്നു. However, Herod's end was very painful. ഞാൻ ഇവിടെയാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. ഇത് എന്താ കേട്ടതെന്ന് പറയാൻ വേണ്ടി പറഞ്ഞുകൊണ്ട് ഇത്രയും പറഞ്ഞ. I was just giving an introduction when I was saying about what Jesus heard. യേശുവിന് അത് കേട്ട് വേദനയുണ്ടായി. Jesus was so hurt with this news. അതുകൊണ്ട് എവിടെയെങ്കിലും ഒന്ന് ഒറ്റയ്ക്ക് മാറിയിരിക്കണം ആഗ്രഹിച്ചെന്നിരിക്കട്ടെ. So he wanted to be alone somewhere. എവിടെയെങ്കിലും ഏകാന്തതയിൽ ഒന്ന് പോകണമെന്ന് He വിചാരിച്ചിരിക്കും. wanted to spend some time alone. പിതാവിന്റെ സന്നിധിയിലേക്ക് ദൈവം പകരണം, ദൈവസന്നിധിയിൽ ഇരിക്കണം എന്ന് വിചാരിച്ചു എന്നിരിക്കട്ടെ. He wants to spend some time in the presence of his Father. കർത്താവിന് ഒരു കാര്യത്തിൽ ഒരു ഉദ്ദേശമല്ല, ഇപ്പോഴും പല ഉദ്ദേശങ്ങളുണ്ട്. കർത്താവിന് ഒരു കാര്യത്തിൽ ഒരു ഉദ്ദേശമായിരിക്കത്തില്ല, പല ഉദ്ദേശങ്ങളുണ്ടാവും. Jesus may not have one intention, he might have many intentions. അങ്ങനെയാണെങ്കിൽ ഒരു ഉദ്ദേശം പിതാവിനോടുകൂടെ ദൈവസന്നിധിയിൽ വേർവിട്ട് സമയം ചെലവഴിക്കാൻ ആഗ്രഹിച്ചു എന്നിരിക്കട്ടെ. One of the intentions was to spend time with the Father alone. ഇപ്പോൾ അങ്ങനെ അപ്പോൾ അതിനുവേണ്ടി ഒരു സ്ഥലം കണ്ടുപിടിച്ചു. So he found a place for that. ഒരു നിർജ്ജന സ്ഥലത്തേക്കാണ് പോയത്. He went to a lonely place. മരുഭൂമിയിലേക്കാണ് പോയത്. Into the wilderness. അവിടെ ആരുമില്ല. There is nobody there. അവിടെ ഒന്നുമില്ല. There is nothing there. യേശുവും ശിഷ്യന്മാരും അവിടെ എത്തി. Jesus and his disciples reached that യേശു place. അവിടെ ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ When others came to know that Jesus was there, ആയിരക്കണക്കിന് ആൾക്കാരെ കൂടി വന്നു. thousands of people went there. കാൽനടയായി ആയിരങ്ങളും കൂടി വന്നു. By walking, thousands get there. യേശു ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ ആയിരക്കണക്കിന് ആൾക്കാർ കാൽനടയായി അങ്ങോട്ട് ചെല്ലുകയാണ്. 1,000 people are getting there when they came to know that Jesus is in the remote place. ഇന്ന് പകൽ ഒരു കാര്യം നമ്മൾ ഓർക്കണം. Today morning, let us ദൈവ remember this. സാന്നിധ്യം ഉണ്ടെങ്കിൽ, If the presence of God is there, യേശു നിന്റെ ഉള്ളിലുണ്ടെങ്കിൽ, if Jesus is inside of you, യേശു നിന്റെ ഭവനത്തിലുണ്ടെങ്കിൽ, if Jesus is in your house, യേശു സാന്നിധ്യം നിന്റെ കുടുംബജീവിതത്തിലുണ്ടെങ്കിൽ, if Jesus' presence is in your family, യേശു നിന്റെ ആരാധനയിലുണ്ടെങ്കിൽ, if Jesus is there in your worship, യേശു നിന്റെ ചർച്ചിലുണ്ടെങ്കിൽ, if Jesus is in your church, ദൈവ സാന്നിധ്യം ഉണ്ടെങ്കിൽ, if the presence of Lord is there, അതിന്റെ മാറ്റങ്ങൾ തനിയെ ഉണ്ടാകാൻ പോവുകയാണ്. many changes will happen by itself. യേശു ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ ആയിരക്കണക്കിന് ആൾക്കാർ അങ്ങോട്ട് വരാൻ തുടങ്ങി. When thousands come, know that Jesus is there. They are coming to there. അതിന് പ്രത്യേക പരസ്യമൊന്നും കൊടുത്തൊന്നുമില്ല. Jesus did not have to advertise. അതിനു വേണ്ടിയിട്ട് ഒത്തിരി ആൾക്കാർ വലിയ അറിയിപ്പുമായിട്ടൊന്നും പോയൊന്നുമില്ല. Nobody had to go around proclaiming this. അത് ആവശ്യക്കാരൻ അറിഞ്ഞ് കേട്ട് ഓടി 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 വരികയാണ്. Those who in need came to hear about it and they are coming running. അതാണ് നമ്മുടെ ജീവിതം അങ്ങനെ തന്നെയാണ്. Our life is also the same. എന്റെ ഉള്ളിൽ യേശു ഉണ്ടെങ്കിൽ, If there is Jesus in my life, എന്റെ ഉള്ളിൽ ദൈവകൃപയുണ്ടെങ്കിൽ, if I have the grace in my എന്റെ life, പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ, if there is Holy Spirit in my life, അഭിഷേകം ഉണ്ടെങ്കിൽ, if there is an anointing in my life, പരിശുദ്ധാത്മ ശക്തി എന്നിലുണ്ടെങ്കിൽ, if the power of the Lord is there in my ഞാൻ life, ദൈവത്തിൽ പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യനാണെങ്കിൽ, if I am a prayerful man, ഞാൻ ദൈവത്തോട് ചേർന്ന് ജീവിക്കുന്നവനാണെങ്കിൽ, if I am a man staying close to the എന്റെ Lord, ജീവിതവുമായി ബന്ധപ്പെടുന്ന ഏതൊരു കാര്യത്തിന്മേൽ ദൈവത്തിന്റെ വലിയ അനുഗ്രഹം ഉണ്ടാകാൻ പോകും. there will be a blessing of everything I do. വേറെ എന്തെല്ലാം ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. Doesn't matter whatever you have, എന്തെല്ലാം നേടിയിട്ടും കാര്യമില്ല. doesn't matter whatever you earn. ദൈവം ഉണ്ട്, എല്ലാം ഉണ്ട്. If you have God, you have everything. ദൈവം ഉണ്ടെങ്കിൽ എല്ലാം ഉണ്ട്. If you have God, you have everything. യേശു ഉണ്ടായാൽ മതിയല്ലോ. You need Jesus. ഇപ്പൊ ഇവിടെ ജനങ്ങളെല്ലാം വന്നു. All these people come, കർത്താവ് അവരെ കണ്ട് മനസ്സിലായി. and the Lord has compassion upon them. അവരോട് അങ്ങ് സംസാരിക്കാൻ തുടങ്ങി. And then he started to speak to them. യേശു പ്രസംഗിക്കാൻ തുടങ്ങി. Jesus started to preach. പ്രസംഗം അങ്ങ് നീണ്ടുപോയി. So the preaching got long. ഇന്നത്തെ പോലെ ഇങ്ങനെ മൈക്കോ സംവിധാനം ഒന്നുള്ള കാലമൊന്നും അല്ലല്ലോ. That is not a time when they had a microphone or ഇത്രയും speakers. പേർക്ക് വേണ്ടി സംസാരിക്കാൻ വേണ്ടി എന്ന് മാത്രം സെറ്റിംഗ് ആണ് നമ്മൾ ചെയ്തത്. See, how much setting we have to speak to this many people. എന്നാൽ ഒരു നിർജ്ജനമായ സ്ഥലത്ത് ഈ ആയിരക്കണക്കിന് ആൾക്കാരോട് സംസാരിക്കണമെങ്കിൽ എന്തുവാ അധ്വാനം. So how much effort Jesus has to put to speak to thousands of people in a remote place. എന്ത് ബുദ്ധിമുട്ടായിരിക്കും ശബ്ദം എടുക്കണം, How ഇത്രയും പേര് difficult കേൾക്കണം. it could be. അപ്പൊ ഇതെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. All this is happening. മണിക്കൂറുകൾ പ്രസംഗിക്കുകയാണ്, He is preaching for hours. പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. He is teaching these അത് people. ദിവസങ്ങൾ മണിക്കൂറുകൾ എല്ലാം കടന്നുപോയി. So hours passed. ദൈവശബ്ദം അവർ കേട്ടുകൊണ്ടിരിക്കുകയാണ്. They are listening to the voice of God. ദൈവ സാന്നിധ്യം അനുഭവിക്കുന്നെങ്കിൽ, They are experiencing the presence. ദൈവ സാന്നിധ്യം ഉള്ളവന്
Those who experience the presence, ദൈവശബ്ദം കേൾക്കാൻ കൊതിയാണ്. they want to hear the voice of God. അവന് കേട്ടാലും മതിയാകത്തില്ല. They are never satisfied. കേൾവി മാത്രവുമല്ല, Not only they are hearing, വിടുതൽ നടന്നുകൊണ്ടിരിക്കുക. and deliverance is happening. പ്രസംഗിച്ച് തീർക്കുകയല്ല, Not just finishing a ദൈവശക്തി message. വ്യാപരിക്കുകയാണ്. Oh, there is a deliverance that's happening. എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട് How many of us desire this? അക്കരം നമ്മുടെ പേരൊന്ന് വരാനായി, Oh, that his hand will be upon me, വിടുതൽ സംഭവിക്കേണ്ടതിനായി, so that he will deliver me, ദൈവശക്തി വ്യാപരിക്കേണ്ടതിനായി, so that his power will be upon me, പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി വെളിപ്പെടേണ്ടതിനായി, so that the work of the Spirit will be upon me, എന്റെ വീട് ആത്മനിറവിന്റെ ആത്മസാന്നിധ്യത്തിന്റെ വീടായി മാറാൻ എത്ര പേർ so that ആഗ്രഹിക്കുന്നു? my house will become a house of God's presence. ഹല്ലേലൂയ. Hallelujah. ഇതിനു ശേഷം അവിടെ ജനങ്ങളെ സൗഖ്യമാക്കി. Also, he started healing people. സമയം കൊണ്ട് മുന്നോട്ട് പോയി. Time is going forward. നമ്മുടെ ഇന്നത്തെ കാലം സമയം ഒട്ടുമില്ല. These days we don't have any time. ഒന്നും പൂർത്തിയാകുന്നില്ല. Nothing we can be completed. ഒന്നും സംഭവിക്കാൻ സമയമില്ല. There is not time to do anything. പരിശുദ്ധാത്മാവിനെ സ്പർശിക്കാൻ നേരമില്ല. Before the Holy Spirit, he doesn't have time to touch എന്നാൽ നമ്മുടെ people. അവിടെ വീടുകളിലാണെങ്കിൽ പോലും നമുക്ക് കിട്ടുന്ന അവസരങ്ങൾ, ദൈവ സാന്നിധ്യം, ദൈവശക്തി വ്യാപരിക്കാൻ പോലും നമുക്ക് സമയമില്ല. We don't even have time in our own houses to experience the Lord's presence. എന്നാൽ ദൈവത്തോട് സമയം ചെലവഴിക്കുന്നവൻ ഭാഗ്യവാനാണ്. It is blessed, a person is blessed who spends his time with the ദൈവ Lord. സാന്നിധ്യം അനുഭവിക്കുന്നവൻ ഭാഗ്യവാനാണ്. If you experience the presence of God, you are blessed. ദൈവശക്തി അനുഭവിക്കുന്നവർ ഭാഗ്യമുള്ളവരാണ്. If you experience the power of God, you are blessed. ഈ നാളിൽ അത് അത്യാവശ്യമാണ്. These days it is very important. അത് നമ്മുടെ മധ്യ വെളിപ്പെട്ടേ മതിയാവും. So it has to be revealed amongst us. എത്ര പേര് അത് ആഗ്രഹിക്കുന്നുണ്ട്? How many of us want this? ദൈവം ദാഹിക്കുന്നവരെ, ആഗ്രഹിക്കുന്നവരെ ആമേൻ നിറയ്ക്കുന്ന ദൈവമാണ്. God is the Lord who satisfies those who thirst for him. ഇപ്പൊ ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ So as it is going forward, ജനങ്ങനെ ദിവസങ്ങൾ ചെലവഴിച്ചുകൊണ്ടിരിക്കുകയാണ്. people are in the presence of God. ആർക്കും പോകണ്ട. Nobody wants to leave. കർത്താവിന് സ്തോത്രം ചെയ്യുന്ന ഉടനെ ശിഷ്യന്മാര് വന്നിട്ട് പറഞ്ഞു, So disciples comes to Jesus. കർത്താവ് സമയം കഴിഞ്ഞല്ലോ, Lord, the time is up. വൈകുന്നേരമായി, It's evening already. അതുപോലെ ഈ സ്ഥലം നിർജ്ജനമാണ്, And this place is a remote place. മരുഭൂമിയാണ്, It's a wilderness. ഇവിടെ ഒന്നും കിട്ടുന്നില്ല. There is nothing here. ഇവിടെ തട്ടുകടയോ ഇവിടെ യാതൊരു സംവിധാനവും ഇല്ല. There are no restaurants around. ഇവിടെ കുടിക്കാനും കിട്ടത്തില്ല, Nothing to drink even. കഴിക്കാനും കിട്ടത്തില്ല, Nothing to eat. മേടിക്കാൻ പോയാൽ അതിനുള്ള സാഹചര്യങ്ങളും ഇല്ല. We don't have the means to buy them. ഒരു വഴി മാത്രമേ ഉള്ളൂ, Only one way. ഇവരെ പറഞ്ഞ് വീട്ടിൽ വിടണം. Please send them home. അവരുടെ ഗ്രാമങ്ങളിൽ പോയി ഭക്ഷണം കഴിക്കട്ടെ, പറഞ്ഞു വിട. Let them go to their own villages and get food. ശിഷ്യന്മാര് വന്ന് പറഞ്ഞൊരു അഭിപ്രായം ഇതാണ്, This is their opinion. സമയം കളയാതെ Please don't waste any more ഇവരെ time. ഇവിടെ വീട്ടിൽ പറഞ്ഞു വിട. Please let them disperse. അവര് പോയി അവിടെ ചെന്ന് ആഹാരം ഉണ്ടാക്കി കഴിക്കട്ടെ. Let them go to their houses, prepare food and eat. ഈ സ്ഥലത്ത് വെച്ച് ഒരു കാര്യവും നടക്കാൻ പോകുന്നില്ല. This place, nothing is going to happen. അപ്പൊ കർത്താവ് പറഞ്ഞത്, Then Lord says, അവർ പോകേണ്ട ആവശ്യമില്ല. no, they don't have to go away. ഞാൻ എന്നോട് വളരെ ദൈവം ഇടപെട്ടൊരു കാര്യമാണത്. This is something Lord spoke to me. ദൈവമുഖത്തേക്ക് നോക്കിയിരിക്കുന്നു, We are looking into the face of God. ദൈവവചനം കേട്ടോണ്ടിരിക്കുന്നു, We are listening to the word. ആ പാദപിടത്തിലായിരിക്കുന്നു, We are in at his feet. ആ സാന്നിധ്യം അനുഭവിക്കുന്നു. We are experiencing his അവരോട് പറയാ presence. വേറെ എവിടെയെങ്കിലും പോവാൻ. Disciples are saying, send them away. അവരോട് പറയാ വേറെ എവിടെയെങ്കിലും പോയിട്ട് വരാൻ. No, disciples are saying, let them go away and get something. അങ്ങനെ ഒരിക്കലും ആവശ്യമില്ല. That is not Lord's നീ way. ആ പാദപിടത്തിലാണെങ്കിൽ, If you are at the feet of നീ ആ God, ശബ്ദം വിശ്വസിക്കുന്നവളാണെങ്കിൽ, if you believe the Lord's voice, നീ ആ ശബ്ദം വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, if you believe the Lord's ആ voice, സാന്നിധ്യം അനുഭവിക്കുന്നുണ്ടെങ്കിൽ, if you are experiencing ആ his വചനം നിനക്ക് presence, ലഭിക്കുന്നുണ്ടെങ്കിൽ, if you are receiving the word, നിനക്ക് വഴി വേറെ എങ്ങും അല്ല. your solution is not anywhere നിന്റെ else. വഴി വേറെ എവിടെയും അല്ല. Your solution is nowhere നിന്റെ else. വഴി ദൈവത്തിൽ നിന്നാണ്. Your solution is from the അത് Lord. ഏത് മരുഭൂമിയായാലും, Doesn't matter, it's a wilderness. അത് ഏത് രാജ്യമായാലും, Doesn't matter what country it is. ഏത് രാജ്യത്താണെങ്കിലും, It doesn't matter where you are. സാഹചര്യങ്ങൾ എത്ര തലകീഴ് മറിഞ്ഞാലും, However hard the circumstances, ഈ മുഴു ലോകത്തിന്റെ ഉടയവൻ നിന്റെ പിതാവാണെങ്കിൽ, if the Lord who owns the whole world is your Father, നീ ആ ശബ്ദത്തിൽ വിശ്വസിക്കുന്നെങ്കിൽ, if you believe in His voice, നീ ആ പാദപിടത്തിൽ അഭയം ചൊല്ലിയിരിക്കുന്നെങ്കിൽ, if you come to Him, നീ കേട്ടോണ്ടെങ്കിൽ ദൈവത്തിന്റെ ജീവന്റെ വചനമാണെങ്കിൽ, if you are listening to the word of life, നിന്റെ വിടുതൽ ഇവിടെ തന്നെയാണ്. your deliverance is നിന്റെ here. വഴി ദൈവസന്നിധിയിലാണ്. Your deliverance is in the presence of നിന്റെ God. നന്മ ഇവിടെ തന്നെയാണ്. Your blessing is here only. നിനക്കുള്ള ദൈവം അവിടെ തന്നെ കരുതിയിട്ടുണ്ട്. God has arranged for provision for you there അവര് itself. പോകേണ്ട ആവശ്യമില്ല. They don't have to go anywhere. അവരെവിടെ പോകാനാണ്? Where are they going to go? അവരെവിടെ പോകേണ്ട ആവശ്യമില്ല. They don't have to go anywhere. വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? How many of us believe this? ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും, Whatever others say, ഏതെല്ലാം രാജ്യത്ത് എന്തെല്ലാം നിയമങ്ങൾ വന്നാലും, whatever law comes, ദൈവം നിനക്ക് അനുകൂലമാണെങ്കിൽ, if the
Lord is for you. രാജാക്കന്മാരുടെ രാജാവിനെയാണ് ആരാധിക്കുന്നത്. We serve the King of Kings. ഉന്നതന് മീതെ അത്യുന്നതൻ വാഴുന്ന സ്ഥലമാണ് ചർച്ചെങ്കിൽ, If the church is a place where the great one rules, എന്റെ ദൈവം ഉന്നതന് മീതെ അത്യുന്നതനാണ്. he is the greater over the great ones. നിങ്ങൾ കാണുമെങ്കിൽ ഇത് കുറെ ഉന്നതന്മാര് കാണും. We have seen many big people, എന്നാൽ ഉന്നതന് മീതെ അത്യുന്നതനാണ് നമ്മുടെ ദൈവം. but the Lord is so high above them all. എത്ര വിശ്വസിക്കാൻ പറ്റും? How many of us believe this? എത്ര പേർക്ക് വിശ്വാസം ഏറ്റെടുക്കാൻ പറ്റും? How many can receive this? നിന്റെ വിഷയത്തിന്മേൽ ദൈവത്തിന്റെ തീർപ്പ് ദൈവസന്നിധിയിലാണ്. Your answer is in the presence of God. നിന്റെ വഴി ദൈവത്തിന്റെ പാദപീഠത്തിലാണ്. Your path is in the feet of ആ God. സാന്നിധ്യം അനുഭവിക്കാൻ കഴിയുന്നെങ്കിൽ നിന്റെ സാധ്യതകൾ അനന്തമാണ്. If you can enjoy His presence, your opportunities are endless. വിശ്വസിക്കാൻ സ്തോത്രം ചെയ്താണ്. Praise the Lord. ദൈവം പറഞ്ഞാൽ പറഞ്ഞതുപോലെ അവൻ ചെയ്യുന്നവനാണ്. When God speaks, He does as He spoke. ശിഷ്യന്മാർ വലിയൊരു ഉപദേശം കൊണ്ടുവന്നതാണ്. Disciples bring a great advice. അവർ സാഹചര്യങ്ങളെ വിലയിരുത്തി പറഞ്ഞതാണ്. They are evaluating the circumstance. നിലവിലുള്ള സാഹചര്യങ്ങളെ തിരിച്ചറിഞ്ഞിട്ടാണ് അവർ പറയുന്നത്. They are evaluating everything at the present and then speaking. അത് സത്യവുമാണ്. And that is true also. പക്ഷേ യേശു അതല്ല. But that is not Jesus. യേശു അതിനപ്പുറം പ്രവർത്തിക്കുന്നവനാണ്. Jesus works beyond that. യേശു അതിനപ്പുറം കരുതുന്നവനാണ്. Jesus provides beyond that. യേശു അതിനപ്പുറം നിനക്ക് വേണ്ടി ചെയ്യാൻ ശക്തനാണ്. God, Lord, is powerful to do beyond that. അന്നേരം Hallelujah. അവർ പറഞ്ഞു, ആകെ എങ്ങനെ കൊടുക്കും? ഒന്നര വായിക്കാവോ? അതിന്റെ 16ാമത്തെ വാക്യം വായിച്ചാട്ടെ. 15 അല്ല 16 വായിച്ചു. 16. മതി. ഇതിനകത്ത് ഒരു ദൂത് കൂടെ എന്നെ വളരെ സ്പർശിച്ച ദൂത് ഞാൻ പറയാം. I would like to give one more message regarding these two verses. ശിഷ്യന്മാരോട് പറയുകയാണ്, He is talking to the disciples. നിങ്ങൾ അവർക്ക് ഭക്ഷിക്കാൻ കൊടുക്കണം. You give them something to eat. അവരാണെങ്കിൽ അവർക്ക് വിശന്ന് ഉപ്പാട് വന്നിരിക്കുക. They are hungry themselves. അവരെന്നാ ചെയ്യുമെന്ന് ആലോചിച്ചോണ്ടിരിക്കുക. They are thinking about themselves. അവരോട് പറയാം, നിങ്ങൾ അവർക്ക് ഭക്ഷിക്കാൻ കൊടുക്കണം. And now Jesus is telling them to give to others. അതൊരു ദൂതായിട്ട് ഞാൻ എന്റെ ദൈവയുടെ ഒരു കാര്യമാണ്. So this is a message that the Lord gave in ദൈവത്തിന്റെ ആത്മാ പറയുകയാണ്, അല്ലെങ്കിൽ കഥ പറയുകയാണ്, നിങ്ങൾ ഭക്ഷിക്കാൻ കൊടുക്കണം. The Lord is saying, you give them something to eat. ഒരു ദൂതിന്റെ ഭാഷയെ പറഞ്ഞാൽ, If you speak like a message, ഒരു ദൂതിന്റെ രൂപത്തിൽ പറയുകയാണെങ്കിൽ, like a message, കഥ പറയുന്നത് നിങ്ങളെ കൊണ്ട് ഞാൻ കൊടുപ്പിക്കും. I will make you give them. നിങ്ങൾ കൊടുക്കും. You will give. നിങ്ങളെ കൊണ്ട് ഞാൻ കൊടുപ്പിക്കും. I will make you give them. നിങ്ങളിലൂടെ അത് നടക്കും. It is going to happen through you. ഞങ്ങളിൽ എങ്ങനെയാന്ന് വിചാരിക്കുമ്പോൾ, When we think how we are going to ഞങ്ങൾ eat, എന്നാ ചെയ്യാന്ന് പറയുമ്പോൾ, when we are wondering what we are going to യേശു do, പറയാം, നിങ്ങൾ കൊടുക്കും അവർക്ക് വേണ്ടി. now Jesus is saying, you are going to give എത്ര them. വിശ്വസിക്കാൻ പറ്റുന്നത്? How many of us can believe this? നിങ്ങളിൽ അത് നടക്കുമെങ്കിൽ, If it can happen in you, നിങ്ങൾക്ക് വേണ്ടി ദൈവം അത് ചെയ്യുമെങ്കിൽ, if God does for you, ആ സാന്നിധ്യമാണോ നീ അനുഭവിക്കുന്നത്? you are enjoying the presence of the Lord. വാചനമാണോ നീ ഏറ്റെടുക്കുന്നത്? Are you enjoying the word of God? പാദപീഠമാണോ നീ അഭയം പ്രാപിച്ചിരിക്കുന്നത്? Are you at the feet of the Lord? ഏകാഗ്രത ഹൃദയം നിനക്കുണ്ടോ? Do you have a focused heart? ദൈവത്തോട് സംസാരിക്കാൻ പറ്റുന്നുണ്ടോ? Are you able to speak to the Lord? ദൈവം സംസാരിക്കുന്നത് കേൾക്കാൻ പറ്റുന്നുണ്ടോ? Are you able to listen what He is saying? അങ്ങനെയെങ്കിൽ ദൈവാത്മാവ് ദൂത് പറയുകയാണ്, So then the Lord is speaking to you. നിന്നെ കൊണ്ട് ദൈവം ചെയ്യാൻ പോവുകയാണ്. God is going to make you give. നിങ്ങളിലൂടെ നടക്കാൻ പോവുകയാണ്. It is going to happen through you. നിങ്ങളെ കൊണ്ട് ദൈവം ചെയ്യാൻ പോവുകയാണ്. God is going to make it work through you. ഇത് പറഞ്ഞപ്പോ അവര് പറഞ്ഞു, ഒരു 5 2 മീനും ഉണ്ട്. Then they respond, we only have 5 അത് loaves ഏതോ and ഒരു 2 fish. ബാലകന്റെ കയ്യിൽ ഇരുന്നതാണ്. And that is with a child. അവന്റെ അമ്മ അവന് ഭക്ഷിക്കാൻ വേണ്ടി ഈ മീറ്റിങ്ങിന് പോയപ്പോ ഒരു ഇതിനകത്ത് കൊച്ചിന് ചെറുക്കന് കഴിക്കാൻ വേണ്ടി 5 2 മീനും പാക്ക് ചെയ്ത് കൊടുത്തു വിട്ടു. When maybe the kid was coming, his mother packed him a lunch. അവന് ഈ വചനെല്ലാം കേട്ട് ദൈവികം അവനെന്തോ അസുഖമൊക്കെ ഉണ്ടായിരുന്നു, വിടുതലൊക്കെ കിട്ടിയപ്പോൾ, Maybe he got delivered from any illness or something like that. അവൻ ഈ സാന്നിധ്യം എല്ലാം അനുഭവിച്ചിരിക്കുമ്പോൾ He was enjoying the presence of God. അവൻ അത് കഴിച്ചില്ല. He did not eat his food. കാരണം അവിടെ ആരും കഴിക്കുന്നില്ല. Nobody else is eating. അവിടെ അവനും കഴിച്ചില്ല. So he also didn't eat. നമ്മളൊക്കെയാണ് അതിന്റെ ഇടയ്ക്ക് ഇരുന്ന് കഴിച്ചാണ്. We would have eaten in between. പണ്ടൊരു പാസ് ഞാനിവിടെ ഡൽഹിയിൽ പോയി. A pastor and I went to Delhi. പുള്ളി ഭയങ്കര വയറിന് അസിഡിറ്റി ഒക്കെ ഉള്ള ആളായിരുന്നു. He has acidity problem and all. അപ്പൊ ഞങ്ങളിവിടെ ഒരു നടന്നിങ്ങനെ വരികയാണ്. We were walking towards a place. ഒരു വാസപ്രാർത്ഥനയ്ക്ക് വേണ്ടി പോവാണ്. We are going to a fasting prayer. ഒരു ഫ്ലാറ്റിൽ വെച്ച് പ്രാർത്ഥന നടക്കുകയാണ്. And this prayer is in a flat. അപ്പൊ പുള്ളി പറഞ്ഞു, പാസ്റ്റേ എനിക്ക് വയറിന് ഒരു സുഖമില്ല, എന്തെങ്കിലും കഴിക്കണമെന്ന് പറഞ്ഞു. So then he told me I need to eat something urgently. കഴിക്കാൻ വേണ്ടി അവിടെ നോക്കിയിട്ട് കടകളൊന്നുമില്ല. There were no restaurants anywhere there. പിന്നെ അവസാനം ഒരു കടയിൽ കയറി So we went to a shop. ഒരു വൈറ്റ് ബിസ്ക്കറ്റ് മേടിച്ചു. We got a packet of biscuits. അതിന്റെ അവിടെ വെള്ളം മേടിച്ച് കുടിച്ച് ബിസ്ക്കറ്റ് പൊട്ടിച്ച് കഴിക്കാൻ ഒരു വിശ്വാസികൾ 2 കുടുംബങ്ങൾ നടന്നു വരുന്നു.
So he was about to open the packet and going to eat. Then the two families, believer families. പാസ്സായ പ്രൈസലോടെന്ന് പറഞ്ഞ അവര് വട്ടം കൂടി. So they said, praise the Lord, and they came around. അപ്പൊ അവിടെ വെച്ച് തിന്നാൻ പറ്റില്ലാത്തതുകൊണ്ട് So he was unable to eat there. പുള്ളിയുടെ കയ്യിൽ തോൾ സഞ്ചിയാണ് അതിനകത്ത് ഇട്ടു. So he put it in his bag. കാരണം ഇവരുടെ മുമ്പിൽ വെച്ച് ഇങ്ങനെ തിന്നുന്നേ. How can he eat before them? പ്രാർത്ഥനയ്ക്ക് കയറി വന്നു. He went to the prayer. അപ്പൊ പ്രാർത്ഥന തുടങ്ങിയായിരുന്നു. Prayer was already started. ഫ്രണ്ടിൽ വന്നിരുന്നു. ഇങ്ങനെ നമ്മളിരിക്കുന്നു, ആൾക്കാർ ഇങ്ങോട്ട് തിരിഞ്ഞിരിക്കുന്നു. So he came and sat in the front of the crowd. അപ്പൊ സമയം എന്നോട് പറഞ്ഞു ജോണിക്കുട്ടി പാസ്റ്റർ പോ പ്രസംഗിക്കുന്നു പറഞ്ഞു. So he said, Pastor Johnny Goody will preach now. ഞാൻ എഴുന്നേറ്റ് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ When I stood up and I was ഈ പുള്ളി preaching, സഞ്ചിക്കകത്ത് കൈയിട്ട് he started putting his hand ഈ into the ബിസ്ക്കറ്റ് bag. പാക്കറ്റ് പൊട്ടിച്ചു. He opened the bag ഓരോ പീസുകൾ കൈയുടെ ഉള്ളിൽ ഒതുക്കി. and he started picking up pieces of biscuit. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് കൈ ഇങ്ങനെ പൊങ്ങി പോകുന്നുണ്ടായിരുന്നു. However, in between his hands were നമ്മൾ വിചാരിച്ചു എന്റെ ദൂത് കേട്ടിട്ട് സ്പർശിച്ചിട്ട് കൈ വെക്കുന്നതാണ്. Everybody thought he was praising God because of the message. അത് ബിസ്ക്കറ്റ് പോകുന്നതായിരുന്നു. So he was eating his biscuits. ആൾക്കാർ ഇങ്ങോട്ട് നോക്കിയിരിക്കുമ്പോൾ When people were watching him, ഈ പുള്ളി അത് അടിച്ചു. he ate it. അത് കഴിഞ്ഞ് റൂമിൽ വന്നപ്പോൾ ഞാൻ പറഞ്ഞു ആ ബിസ്ക്കറ്റിന്റെ പാക്കറ്റ് എടുക്കാൻ പറഞ്ഞു. So when we came to the room, I told him, ask him for the തുറന്നപ്പോ packet of കുറെ biscuit. പൊടിയും ഒരു കവറും മാത്രം ചാടി വന്നു. Only there was some crumbles there. ഞാൻ പറഞ്ഞു അവിടെ ഇരുന്ന് കഴിക്കാമെങ്കിൽ, If you can sit and eat there, അതിന്റെ മുമ്പിൽ ഇരുന്ന് കഴിക്കാൻ വിദഗ്ധന്മാരാണെങ്കിൽ if you can eat in front of the crowd, ഈ കൊച്ചെന്തുകൊണ്ട് കഴിച്ചില്ല? why didn't this child eat? അവൻ എന്തുകൊണ്ട് അത് സൂക്ഷിച്ചു വെച്ചു? Why did he keep it? അവന് മനസ്സിലായി അവിടെ ആരും കഴിക്കാതിരിക്കുമ്പോൾ He thought when nobody else is eating there, അത് മാത്രം ദൈവം ചിലരെല്ലാം ഒരുക്കിയിട്ടുണ്ട്. and God has prepared some people. ചിലരുടെ എല്ലാം കൈ ദൈവം ചില നൽകിയിട്ടുണ്ട്. God has given into the hands of ചിലരെല്ലാം some people. ദൈവം കണ്ടിട്ടുണ്ട്. Some of them God has seen. ചിലർക്കെല്ലാം ചില ദൈവിക പദ്ധതികളുണ്ട്. God has a plan about some എന്നാലും ആ people. കുട്ടിയിൽ നിന്ന് കിട്ടിയതാണ് ഈ 5 2 മീൻ. So they got this bread and fish from this child. അത് ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറഞ്ഞു. So Lord said to bring it there. അതൊന്നും വേണ്ടെന്ന് കർത്താവ് പറഞ്ഞില്ല. Jesus didn't say, I don't need it. അത് വല്ല പിള്ളേരെ കൊണ്ടുവന്ന് കൊള്ളത്തില്ല, വളിച്ച് കാണും, മാറ്റ്, അത് വേണ്ടെന്നാണ് കർത്താവ് പറഞ്ഞത്. Lord didn't say that it belongs to a child, I don't want it. അത് വേണ്ടാന്ന് പറഞ്ഞില്ല. God did not deny it. അത് കൊണ്ടുവരാൻ തന്നെ പറയുകയാണ്. Jesus says, bring it to me. ദൈവം ചെയ്യുമെന്ന് പറഞ്ഞാൽ പോരാ. Not only we should say the Lord will do, നമുക്ക് നമ്മുടെ ഭാഗങ്ങളുണ്ട്. we have some responsibilities. മനുഷ്യഭാഗം മനുഷ്യൻ ചെയ്യുമ്പോൾ When we uphold our responsibilities, ദൈവഭാഗം ദൈവം ചെയ്യുകയാണ്. God will uphold His നീ ദൈവത്തെ responsibilities. വിശ്വസിക്കുമ്പോൾ When we believe the Lord, നീ ദൈവത്തിന് മഹത്വം കാണും. we will see the നീ glory of ദൈവത്തെ God. കാത്തിരിക്കുമ്പോൾ When you wait on the നീ Lord, ശക്തിയെ പുതുക്കും. you will renew your strength. നമ്മുടെ ഭാഗം നമ്മൾ ചെയ്യണം. We have to do our part. ഈ 5 2 മീനും വേണ്ടെന്ന് പറഞ്ഞില്ല. Jesus did not decline this bread and fish. അതെന്തുകൊണ്ട്? Why didn't He decline? അതിങ്ങനെ പുരുഷന്മാർ മാത്രം 5000 പേരാണ്. Just the men are 5,000. ഈ കർത്തൃമേശയുടെ ഞുറുക്കി കൊടുക്കുന്ന പോലെ കൊടുത്താൽ പോലും 50 പേർക്ക് കൊടുക്കാനില്ല. Even if they break it like the Lord's table, it won't be enough. ഇനി മീൻ എല്ലാരെയും ഒന്ന് മണപ്പിക്കുവാണെന്നിരിക്കട്ടെ. If they just take the smell of the fish, 10-100 പേര് മണക്കുമ്പോഴത്തേക്ക് മൂക്കിൽ മുള്ളും കുത്തികളും മീനും തേഞ്ഞു പോകും. the fish will all be over. അത്രയേ ഉള്ളൂ അത്. That is all. പക്ഷെ അത് കർത്താവിന്റെ കയ്യിലേക്ക് കൈമാറ്റം സംഭവിച്ചപ്പോൾ, When it came to the hand of the Lord, ഏൽപ്പിക്കേണ്ടവന്റെ കയ്യിൽ ഏൽപ്പിച്ചപ്പോൾ, when it was given to the hand of those who needed, ഇത് മനസ്സിലാക്കുന്നുണ്ട്. how many of us know this? നമ്മൾ ആരും കൈയും തലയിട്ട് അടിച്ചുകൊണ്ട് നടക്കുകയല്ല. We are not the ones who are taking the effort. തലകുത്തി മറിയുകയല്ല. We are not crying out, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായവനാണ്. oh, I am equipped enough because of the one who strengthens me. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായവനാണ്. I am able to do everything by the one who strengthens me. ഇന്ന് പകൽ എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? How many of us believe that? അവയെ ദൈവത്തിന് വേണ്ടി ദൈവസന്നദ്ധിയിൽ കർത്താവിന്റെ മുഖത്തേക്ക് നോക്കാൻ കിട്ടിയ അവസരങ്ങൾ പ്രയോജനപ്പെടുത്തുവാൻ ആ സാന്നിധ്യം അനുഭവിക്കാൻ കഴിയുന്നവരുടെ ജീവിതത്തെ ദൈവം മാറ്റിമറിക്കുകയാണ്. The Lord is changing the life of a person who is looking unto Him and listening to Him. ഇപ്പൊ എന്താണ് ആമേൻ, ഈ 5 അപ്പം കൊണ്ട് ആമേൻ അതൊരു അത്ഭുതമായി മാറി. With these 5 loaves, it becomes a miracle. ശിഷ്യന്മാരെ വിളമ്പിക്കൊണ്ടിരിക്കുകയാണ്. The disciples are serving the bread. അവിടെ 50 പേര് പന്തി ആയിട്ടിരുത്തി. 50 each. They are put in a rows like 50 each. ഇപ്പൊ അവിടെ എന്തായി മാറി? Now what is happening there? അതുവരെ മരുഭൂമിയായിരുന്നു. Until then it was a wilderness. ഇപ്പോൾ അതൊരു വിരുന്നുശാലയായി മാറി. Now it becomes a place of feast. ആയിരങ്ങൾ ആഹാരം കഴിക്കുന്ന സ്ഥലമായി മാറി. Thousands are eating food there. ജീവിതം മാറി മറയാൻ,
Your lives to change. നിന്റെ ചരിത്രം മാറ്റിമറിക്കാൻ, For your story to change. നിന്റെ മേൽവിലാസം മാറ്റി എഴുതാൻ, For your address to change. ദൈവത്തിന് നേരമൊന്നും വേണ്ട. God doesn't need much time. ദൈവം സ്ഥിതിയെ മാറ്റുവാൻ, For Lord to change your life. ദൈവം വഴിയെ തുറക്കാൻ For the Lord to open ways for you. നേരമൊന്നും ആവശ്യമില്ല. He doesn't need too much time. എന്നാൽ ദൈവം നിനക്ക് അനുകൂലമാണെങ്കിൽ If the Lord is for you, എത്ര പേര് ആഗ്രഹിക്കുന്നുണ്ട്? how many of us desire എത്ര that? പേർക്ക് ആ ഒരു മനസ്സ് ഉയർന്നു വരുന്നുണ്ട്? How many of us has the desire for that? വെറുതെ ചടങ്ങായി വന്ന് കയറി ഇറങ്ങി കൂടി പോയിട്ടൊന്നും കാര്യമില്ല. Not just coming in as a ritual. വെറുതെ പള്ളിയിൽ പോയി ചർച്ചിൽ പോയി വരുത്തിയിട്ട് മാത്രമൊന്നും കാര്യമൊന്നുമില്ല. It is not good that you just go to the church. വ്യക്തിപരമായി ദൈവമായ ബന്ധത്തിന്മേലാണ് ദൈവത്തിന്റെ കൃപ നിന്റെ മേൽ The വരുന്നത്. Lord works with those who have a relationship with Him. ദൈവശക്തി നിന്റെ മേൽ വ്യാപരിക്കുന്നെങ്കിൽ, If the power of the Lord comes upon you, ആ ദൈവം നമ്പരാ വിചാരിച്ചാലേ പറ്റൂ. the Lord has to desire ആ that. ദൈവം നന്നാലേ ഉള്ളൂ. Only if the Lord gives you help. പരിശുദ്ധാത്മ ശക്തിയുടെ മേൽ വ്യാപരിക്കുമ്പോൾ, When the Holy Spirit power comes upon you, വിശ്വസിക്കുന്ന ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്ന ജീവജല നദികൾ ഒഴുകുകയാണ്. those who believe the rivers of life will flow out of them. ആത്മശക്തി ആവരിക്കണമെന്ന്, Oh, you need the power of the Lord. പരിശുദ്ധാത്മ നദിയിലേക്ക് ഇറങ്ങണമെന്ന്, We need to enter into the river of the Holy ദൈവ Spirit. സാന്നിധ്യം അനുഭവിക്കണമെന്ന്, You need to experience the power of God. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വ്യാപരിക്കണം. Holy Spirit should come upon you. ഈ ദിവസങ്ങളിൽ ദൈവം നിങ്ങളുടെ പരമാർത്ഥ മനസ്സിനെ ഉണർത്തുകയാണ്. God is reviving your heart now. ഇവിടെ ഇപ്പോൾ ഈ സ്ഥലത്തിന്റെ പേര് മാറി. Name of this place is changing now. ഇതുവരെ മരുഭൂമിയായിരുന്നെങ്കിൽ, Until now it was a wilderness. ഇതുവരെ മരുഭൂമിയായിരുന്നെങ്കിൽ, If it was a wilderness until ഇപ്പോൾ now, ആയിരക്കണക്കിന് ആൾക്കാർ ആഹാരം കഴിക്കുന്ന സ്ഥലമായി മാറി. now this is a place where thousands of ദൈവം feast. സ്ഥിതി മാറ്റുമ്പോൾ When the Lord changes the യാക്കോബ് circumstance, സന്തോഷിക്കുകയും oh, Jacob will rejoice ഇസ്രായേൽ ആനന്ദിക്കുകയും ചെയ്യാം. and Israel will be joyful. വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? How many of us believe this? ദൈവം നിന്റെ സ്ഥിതി മാറ്റുവാൻ പോവുകയാണ്. God is going to change your ദൈവം നിന്നെ situation. അത്ഭുതമാക്കി മാറ്റാൻ പോവുകയാണ്. God is going to change you into a miracle. അസാധ്യമെന്ന് തോന്നിയ കാര്യത്തെ ദൈവം സാധ്യമാക്കാൻ God is പോവുകയാണ്. going to make possible those things which were impossible. Hallelujah. Hallelujah. ഇപ്പോൾ ഇവിടെ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ആമേൻ. ആ സ്ഥലത്തിന്റെ സ്ഥിതികൾ മാറി. Now the situation of the place is changed. ഇപ്പൊ അവര് വിചാരിച്ചു ശിഷ്യന്മാരിങ്ങനെ വിളമ്പിക്കൊണ്ടിരിക്കുകയാണ്. Oh, the disciples are serving now. അവര് വിചാരിച്ചു ഇവര് പിന്നെ മേടിച്ച് കഴിക്കുമല്ലേ. Disciples are thinking they are taking seconds and third. തീർന്നു പോയാൽ നമുക്ക് ഉണ്ടാവുമോ എന്നൊരു ചിന്ത തന്നെയാണ്. Now maybe they are thinking, what if this is over and we don't get any? ഇങ്ങനെ പോയാൽ ചിലപ്പോൾ നമുക്ക് തേഞ്ഞില്ലെങ്കിലോ, What if we don't get enough? തീർന്നു പോകുന്നൊരു ചിന്ത. They have a fear, maybe it will be over and they won't get any. ഒരു പക്ഷേ അങ്ങനെ ചിന്തിക്കാതിരിക്കട്ടെ. If they are thinking like that, പക്ഷേ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഒടുവിൽ 12 കൊട്ട നിറച്ചെടുത്തു. at the end they are taking 12 baskets full of leftover. 12 കൊട്ട നിറച്ചെടുത്തു. 12 baskets full. ഓരോ കൊട്ട ഓരോ ഉദ്ദേശിയുടെ തലയിലേക്ക് വെച്ചു കൊടുത്തു. Oh, one basket on one pastor's head. കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഓരോരുത്തരും ഓരോ കൊട്ട അപ്പവുമായിട്ട് പോവുകയാണ്. Each one is moving with one full basket of. അപ്പൊ ഒരു നന്മ ഉണ്ടായി കഴിയുമ്പോൾ, When there is a blessing, ഒരു അനുഗ്രഹം ലഭിച്ചു കഴിയുമ്പോൾ, when there is a blessing, പിന്നെ അത് നിന്നോണ്ടങ്ങ് ജീവിക്കുകയല്ല. they are not staying there eating there. അടുത്ത സംഭവം വെളിപ്പെടുകയാണ്. The next thing is coming over. ഇപ്പൊ ഇവിടെ ഭയങ്കരമായ ഒരു സംഭവം നടന്നു. Now a big thing happened here. 12 കൊട്ട അപ്പമൊക്കെ നിറച്ചെടുത്തു. They filled 12 baskets. എന്നാൽ അടുത്തത് കർത്താവ് പറയുന്നു, ആമേൻ, നിങ്ങൾ അക്കരയ്ക്ക് പോകാൻ പറഞ്ഞു. Now the Lord is telling them to go across the lake. അവർ അക്കരയ്ക്ക് പോകാൻ പറയുകയാണ്. God is advising them to go across. ഞങ്ങൾ ഇത്രയും ദിവസം മലയിലിരുന്ന് ഈ പ്രസംഗം കേട്ട് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിയതല്ലേ. We were sitting here, we were staying here and we were working hard all these days. യാക്കോബിന്റെ ലേഖനം 5-ാം അധ്യായം James chapter 5 അതിന്റെ 13-ാമത്തെ വാക്യം വായിക്കാം. verse 13. Let's read. James 5:13. ഇവിടെ ഈ പ്രാർത്ഥനയോട് ബന്ധത്തിൽ പറയുകയാണ്. With regard to prayer, apostle is saying, ഇതിനകത്ത് ഒരു ലീവില്ല, ഒരു അവധിയില്ല. there is no leave here. കഷ്ടതയാണെങ്കിൽ, If you are suffering, കഷ്ടം അനുഭവിക്കുന്നവൻ പ്രാർത്ഥിക്കട്ടെ. let him pray. നമ്മൾ കഷ്ടത വരുമ്പോൾ മറ്റുള്ളവരുടെ പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെടുകയാണ്. When we get sick, we are asking others to pray for us. മറ്റുള്ളവരോട് ആവശ്യപ്പെടണം, മറ്റുള്ളവർ പ്രാർത്ഥിക്കേണ്ടത് ആവശ്യമാണ്. It is also necessary. ഇന്ന് പ്രാർത്ഥനാ സഹായം പറയുമ്പോൾ When we request prayer from others, എല്ലാവരും വാട്സാപ്പിൽ ഒരു കൂപ്പുകൈ അയക്കും.
Everybody sends an icon, prayer icon. നമ്മളിവിടെ വിഷമവും പറഞ്ഞ് അല്ലെങ്കിൽ പ്രാർത്ഥനാ വിഷയം വെച്ച് ചർച്ച ഗ്രൂപ്പിൽ ഇടുമ്പോൾ When we put a request in the church group, എല്ലാവരും ഇങ്ങനെ കൂപ്പുകൈ അയക്കുകയാണ്. everybody is sending a prayer icon. ചിലര് 4 കൂപ്പുകൈയൊക്കെ അയച്ചു കളയും. Some people send 4. 10 കൂപ്പുകൈ ഒരാഴ്ച എനിക്ക് വന്നിട്ടുണ്ട്. I have received 10 prayer icons. ആൾക്കാർ വിചാരിക്കുന്നത് ഈ കൂപ്പുകൈ ആ പ്രാർത്ഥന എന്നാണ്. People think this is the prayer. ഇതെന്നെ ഉദ്ദേശിക്കുന്നത്. What does it mean? ഞാൻ നിങ്ങൾക്ക് വേണ്ടി മുട്ടുമടക്കാൻ പോവുകയാണെന്നുള്ള അറിയിപ്പാണത്. That is a warning that I am going to pray for you. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഞാൻ തീരുമാനിച്ചിരിക്കുന്നു, ഞാൻ സമയം ചെലവഴിക്കുകയാണെന്നുള്ള അറിയിപ്പാണത്. I am telling others that I am praying for you. അല്ലാതെ നീ കൂപ്പുകൈ അയച്ചു കഴിഞ്ഞാൽ പ്രാർത്ഥനയാവും അത്. Just sending an icon doesn't mean praying. സ്വതന്ത്രം ചെയ്താട്ടെ. Hallelujah. അവ നിങ്ങൾ ചിന്തിക്കുന്നത് ഇതങ്ങ് പോയി കഴിഞ്ഞാൽ വിഷയത്തിൽ വിടുതലായി എന്നാണോ? Or do you think once you send an icon, the prayer is done? കുഴപ്പമില്ല, നിന്റെ കഷ്ടകാലം വരുമ്പോഴും വരും ഒരു 3-4 കൂപ്പുകൈ. When you also have trouble, the others will send you some prayer icon. പ്രാർത്ഥിക്കാൻ പ്രേരണ പോലും കിട്ടത്തില്ല. You won't have a guidance even to pray. പ്രാർത്ഥിക്കാൻ ഒരു മനുഷ്യൻ തോന്നുന്നത് പോലുമില്ല. Nobody might pray for you. പ്രാർത്ഥിക്കുന്നവന് വേണ്ടി മാത്രമേ പ്രാർത്ഥിക്കാൻ പ്രേരണയുണ്ടാവൂ. Only if you pray, others will be guided to pray for you. പ്രാർത്ഥിക്കാൻ പറഞ്ഞ എത്ര പേരാ പ്രാർത്ഥിക്കുന്നത്? How many pray when we tell them to pray? ആരാ പ്രാർത്ഥിക്കുന്നത്? How many prays? ഇതിൽ ഒരു കാര്യം ഓർത്തോണം, നീ മറ്റുള്ളവരുടെ വിഷയം നീ ഇങ്ങനെ കൂപ്പുകൈ കൊണ്ട് അവസാനിപ്പിച്ചെങ്കിൽ, If you are not praying for another person, നിന്റെ കഷ്ടത വരുമ്പോഴും ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. when you also suffer, others may not pray for അതുകൊണ്ടാണ് you. അന്യോന്യം പ്രാർത്ഥന ആവശ്യമാണ്. That is why we need to pray for each other. അപ്പൊ ഇവിടെ പറയുന്നത് കഷ്ടം അനുഭവിക്കുന്നവൻ പ്രാർത്ഥിക്കട്ടെ, Here it says, those who are suffering, let them pray. സുഖം അനുഭവിക്കുന്നവൻ പാർക്കിൽ പോയിരിക്കട്ടെ എന്നല്ല. Oh, if you are okay, if you are doing good, not to go to the park. സുഖം അനുഭവിക്കുന്നവൻ പാർക്കിൽ പോയിരിക്കട്ടെ എന്നാണോ? Does that say that you need to enjoy, relax? 40 സംഗീതത്തിൽ വായിക്കുന്നത് അവൻ പകൽ നേരത്തെ വന്നിട്ട് ദയ കൽപ്പിക്കും. Or when we read in the Psalms, in the daytime, he will proclaim his mercy. രാത്രി കാലങ്ങളിൽ ഞാൻ ഒരു പാട്ട് പാടിക്കൊണ്ടിരിക്കും. In the night times, I will be singing for him. എന്റെ ജീവന്റെ ദൈവത്തിലെ പ്രാർത്ഥന തന്നെ. And that is a prayer unto my God. അപ്പൊ സുഖകാലം എന്തിനാണ് ഉപയോഗിക്കുന്നത്? What are the cheerful times used for? എല്ലാം നന്നായിരിക്കുന്നെങ്കിൽ എന്താ ചെയ്യുന്നത്? What do you do when you are in abundance? അത് പാട്ടായി മാറിയാൽ, Let it change into a അത് song. ആരാധനയായി മാറിയാൽ, Let it change into a അത് worship. പ്രാർത്ഥനയായി മാറിയാൽ, Let it change into prayer. രാത്രി കാലങ്ങളിൽ അതൊരു പാട്ട് മാത്രമല്ല, അത് ജീവന്റെ ദൈവത്തിലെ പ്രാർത്ഥനയായി മാറുകയാണ്. In the night times, it's not only a song, it changes into a prayer. എത്ര പേര് ആഗ്രഹിക്കുന്നുണ്ട്? How many of us desire this? കഷ്ടം അനുഭവിക്കുന്നവൻ പ്രാർത്ഥിക്കട്ടെ. If you are suffering, you need to pray. സുഖം അനുഭവിക്കുന്നവൻ പാട്ട് പാടട്ടെ. Somebody cheerful, let them sing. നിങ്ങൾ ദീനവായിക്കുന്ന സഭയിൽ മൂപ്പന്മാരെ വരുത്തട്ടെ. If you are sick, bring the elders of the church. ഇതെല്ലാം വെളിപ്പെട്ടേ മതിയാകൂ പ്രിയമുള്ളവരെ. All this has to be revealed. ഇതെല്ലാം സംഭവിച്ചേ മതിയാകൂ. All this has to happen. ഇതെല്ലാം വെളിപ്പെട്ടില്ലെങ്കിൽ If this does not be revealed, നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നും മുന്നോട്ട് ഒത്തിരി പോകത്തില്ല. we won't be able to go too far. നമ്മൾ അങ്ങനെ മുന്നോട്ടൊന്നും സമാധാനത്തോടെ ജീവിക്കത്തില്ല. We won't go too far in peace. പിശാചിന്റെ മുഴുവലത്തോടെ പ്രവർത്തിക്കുന്ന കാലമാണിത്. The enemy is attacking with all his strength. എപ്പോൾ എന്നതാ സംഭവിക്കാമെന്ന് ഒരു മനുഷ്യൻ പിടിയില്ല. Nobody knows what's going to happen next. പ്രാർത്ഥിക്കാൻ കൈകൾ മലർത്തുന്ന പേരുണ്ട്. Those who will stay in prayer. ഇവരിത്തിരി അധ്വാനിച്ചു കഴിഞ്ഞ്, After some work, ഇത്ര ആയിരക്കണക്കിന് ആൾക്കാർക്ക് ഭക്ഷണം വിളമ്പി കഴിഞ്ഞ്, after serving to thousands of people, വലിയ ക്രൂസൈഡ് കഴിയുന്ന പോലെ വലിയ മീറ്റിംഗ് കഴിഞ്ഞ്, after a big crusade, അവർ വിശ്രമിക്കുകയല്ല. they are not taking rest. കർത്താവോട് പറയാ അക്കരയ്ക്ക് പോക്കോളാൻ. Lord is telling them to go across the lake. ആമേൻ. ഒരു വലിയ അത്ഭുത പ്രവൃത്തി കണ്ടു കഴിഞ്ഞു. They saw just a miracle. ഒരു വലിയ വിടുതൽ നടന്നു കഴിഞ്ഞു. A big deliverance was there. എന്നാൽ ഇവരോട് പറയാ പൊയ്ക്കോ. Now the Lord is telling them to go to the other shore. കർത്താവ് പുരുഷാരത്തെ പറഞ്ഞയക്കുന്നതിനിടയിൽ നിന്നാണ്. While he is sending the crowds. അവിടെ വായിക്കുന്നത് പുരുഷാരത്തെ പറഞ്ഞയക്കുന്നതിനിടയിൽ അവൻ മലയിൽ കയറിപ്പോയി എന്നാണ്. While he is dismissing the crowd, he went up the mountain. അല്ലെങ്കിൽ പുരുഷാരത്തെ പറഞ്ഞയക്കുന്നതിനിടയ്ക്ക് ശിഷ്യന്മാരോട് പറയുന്നു അക്കരയ്ക്ക് പോകാൻ പറഞ്ഞു. While he is dismissing the crowds, he tells his disciples to go across. അപ്പൊ ഇത്രയും ആൾക്കാരെ പറഞ്ഞയക്കുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? How is he sending this, dispersing this crowd? നമ്മുടെ ആൾക്കാര് ഈ യോഗം കഴിയുന്നവരെയാണ് നമുക്ക് ഭയങ്കര എപ്പോ നിർത്തൂ എന്നുള്ള വിഷമാണ്. Until the meeting is over, everybody is worried when this guy is going to stop. നിർത്തി കഴിഞ്ഞ പിന്നെ നമുക്ക് പോകേണ്ട ആവശ്യമില്ല. After it stopped, we don't want to go in. നമുക്ക് 4 മണിയായാലും കുഴപ്പമില്ല. Even if it's 4 o'clock, we are ചിലർ okay. ഇവിടുന്ന് പോയിട്ട് വേറെ എവിടെയെങ്കിലും പോയിക്കൂടും. Some people leave this place അതൊരു and go നല്ല and gather അടയാളമാണ്. in another അതൊരു നല്ല place. കാര്യമാണ് കേട്ടോ. It is a good thing, okay? ദൈവമക്കൾ മിണ്ടുകയും പറയുകയും സ്നേഹിക്കുകയും ഒരുമിച്ച് കഴിക്കുകയും സന്തോഷം ചെയ്യുന്നതാണ് അതിന്റെ അടയാളം.
the people having fellowship, church having fellowship is a great thing. അല്ല മീറ്റിംഗ് കഴിയുന്നത് സ്റ്റാച്ചു പോണ പോലെ പോകുന്നതല്ല. Not just dispersing after the meeting. ആ സമയം പോലെ തന്നെ ഈ സമയവും വേണമെന്നേ പറഞ്ഞേ. However, this time also should be spent. വ്യക്തിമായ മനുഷ്യരോട് കൂടെ ചെലവഴിക്കാൻ, വിശ്വാസം ചെലവഴിക്കാൻ സമയം വേണമെങ്കിൽ, If you are happy spending time in fellowship, പിതാവിനോടുകൂടെ സമയം ചെലവഴിക്കാൻ സമയം വേണം. you need to be happy to spend time with the Father. യേശു നേരെ മലയിലേക്ക് കയറുകയാണ്. Jesus is going up to the mountain. പ്രാർത്ഥിക്കാൻ മലയിൽ കയറിപ്പോയെന്നാണ്. He is going to pray on the mountain. അവൻ ശിഷ്യന്മാർ അക്കരയ്ക്ക് പോയി. So disciples went across the lake, വിചാരിക്കാതെ വലിയ വിഷയങ്ങളായി മാറി. and it became a big trouble for them. വലിയ കാറ്റും കോളും സംഭവങ്ങളും വരികയാണ്. Now they are facing a big storm. അപ്പൊ യേശു പറഞ്ഞിട്ട് ഇറങ്ങിയാലും, Even though Jesus is the one who ദൂത് sent them, കേട്ടിട്ട് ഇറങ്ങിയാലും, even though they came after listening to the ദൈവാലോചന message, കേട്ട് വന്നാലും, even though they are coming after the ദൈവം guidance of the Spirit, അനുവദിച്ചതാന്ന് പറഞ്ഞാലും, even though they are moving according to the Lord, വിചാരിക്കാതെ വിഷയങ്ങൾ വരാം, there could happen some trouble. പ്രതികൂലങ്ങൾ വരാം, Difficulties might happen. വലിയ സംഭവങ്ങൾ ജീവിതത്തിൽ വരാം. Big things could happen in life. എന്നാൽ അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ടെങ്കിൽ, But if there is somebody who prays in അപ്പൊ between, യേശു മലയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. Jesus is praying on the mountain. ഇവര് തിരകളാ വലയുകയാണ്. These people are troubled by the waves. എല്ലാം തലകീഴ് മറിഞ്ഞിരിക്കുകയാണ്. Everything is going upside down. അവരുടെ സന്തോഷം എല്ലാം പോയി. They don't have any more joy. അവരങ്ങ് അസ്വസ്ഥരായി. They are very much disturbed. അവര് പ്രാർത്ഥിക്കുമായിരുന്നു. Now they are praying. അവര് ഉണർന്നിരിക്കുകയായിരുന്നു. Were they awake? കാരണം എന്തുകൊണ്ടെങ്കിൽ ഇവരിങ്ങനെ യേശു 4-ാം യാമത്തിൽ കടലിന് മീതെ വരികയാണ്. At the 4th hour, the Lord is coming. അങ്ങനെ അവരെന്ത് പറഞ്ഞു? What do they say now? ദേ നമ്മുടെ കർത്താവ് വന്നേ എന്നാണ് പറഞ്ഞേ. Do they say, oh, the Lord is here? ദേ ഭൂതം വന്നെന്നല്ലേ? They said a demon is coming. ദേ അത് ഭൂതമാണെന്ന് അവര് പറഞ്ഞേ. They called Jesus a demon. എന്ന് പറഞ്ഞാൽ അവര് പ്രതീക്ഷിക്കുക ഇപ്പൊ എന്ത് പറ്റി? നിരാശയും ഭാരവും ഭയവും കേറിയ പിന്നെ ആര് വരുമെന്ന് പ്രതീക്ഷിക്കുന്നത്? If they are filled with all the depression and the sadness, whom do they expect? ജനങ്ങൾ മുഴുവൻ പരാതിയായിരിക്കും. All of complaints. നമ്മളെ പറഞ്ഞു വിട്ടേച്ച് ആശാനോട്ട് കേറിയില്ല. Oh, he's just sent us alone and he didn't even come. ഈ നമ്മൾ ഇനി എന്നാ ചെയ്യും? What are we going to do now? നമ്മൾ വിട്ടുപോയി. Oh, we are in a trouble here. ഒരുപാട് പരിപാടി ഒരാഴ്ച ലീവെങ്കിലും തന്നിട്ട് പറഞ്ഞു വിടായിരുന്നില്ല. He could have given us a leave at least. അപ്പവും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ പോലും, Oh, even though we have bread, അങ്ങോട്ട് ഇറങ്ങിപ്പോണ്ടേ? we need to. We can't eat. ഓരോ കൊട്ട നിറച്ചോണ്ടാ പോയത്. പക്ഷേ We had 12 baskets. അതിന് പ്രയോജനമൊന്നും ഉണ്ടായില്ല. There is no use. ഞാൻ പറഞ്ഞത് ആമേൻ. ഒരു സൈഡിൽ ഇതെല്ലാം കഴിഞ്ഞിട്ട് കർത്താവ് മലയിൽ കയറി പ്രാർത്ഥിക്കുക. Oh, on the one side, after doing all this, Jesus is going to the mountain and അതുകൊണ്ട് praying. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം നിങ്ങൾ മനസ്സിലാക്കണം. Do you understand what I'm ഈ saying? വിഷയത്തിൽ ആയുസ്സിൽ ഒരിക്കലും അവധിയില്ല. No, there is no leave for you. പ്രാർത്ഥനാ ജീവിതത്തിൽ മടുപ്പവും മതിയാക്കലോ പറയുന്ന സംഭവം ഉണ്ടാകത്തില്ല. In your prayer life, there is no break. അതുള്ളവന്റെ കാര്യം കട്ടപ്പോവുകയാണ്. If you do take a break, that is going to be trouble. പ്രാർത്ഥന ഇല്ലാത്തൊരു ജീവിതം ഉണ്ടാകരുത്. There should not be a time when we are not praying. മൂസിക്കാനും പ്രാർത്ഥിക്കാൻ സമയം കണ്ടെത്തേണ്ട ആവശ്യമാണ്. We need to find time to fast and pray. കർത്താവിനെ അറിയാം. കർത്താവ് 4-ാം യാമത്തിൽ വരികയാണ്. Jesus is coming in the 4th hour. അത് ഇന്നത്തെ പോലെ ഗൂഗിൾ മാപ്പ് ഇട്ട് വരാൻ പറ്റുമോ? Jesus he's not using a map or anything. നമ്മുടെ ഈ ദിവസങ്ങൾ ഓരോ വീട്ടിൽ പോയപ്പോഴും പാസ്റ്റർ, ഇവിടുത്തെ സ്ഥിരം പാസ്റ്റർ ആയിട്ട് പോലും മാപ്പ് ഇട്ടാ പോയെ. The pastor was using Google Map to every house he was going. ഞാൻ പിന്നെ വന്ന പാസ്റ്ററാണ്. Yeah, at least I am a guest pastor. പാസ്റ്റർ ഇത്രയും നാൾ ഇവിടെ ശുശ്രൂഷിക്കുന്ന ആളാ. He is here all these years. ഇവിടെ വരെ വീട്ടിൽ പോണേ മാപ്പിടണം. പാസ്റ്റർ വീട്ടിൽ ജോലി കഴിച്ച് വരുന്നത് മാപ്പിട്ടാണ്. സ്വത്രം. പക്ഷെ കർത്താവ് മാപ്പിട്ടല്ല വന്നേ. Jesus doesn't have a Google map. നീ എവിടെ ഉണ്ടെന്ന് അറിയുന്നവനാണ് അവൻ. He knows where you are. നീ ഏത് നടുക്കടലാന്ന് അറിയുന്നവനാണ് അവൻ. He knows where in the sea you ഏത് are. പ്രതിസന്ധിയുടെ നടുവിലാണെന്ന് അറിയുന്നവനാണ് അവൻ. He knows what trouble you are in. നീ പ്രശ്നത്തിന് വലിപ്പം അറിയുന്നവനാണ്. He knows the bigness of your problem. നീ തീരാൻ അവൻ അനുവദിക്കത്തില്ല. He will not let you end. നീ മുങ്ങിപ്പോൻ അവൻ അനുവദിക്കത്തില്ല. He will not let you drown. നീ തകർന്നു പോൻ അവൻ സമ്മതിക്കത്തില്ല. He will not let you break. അവന് വഴിയൊന്നും വേണ്ട. He doesn't need a path. നമ്മൾ ഈ അടുത്ത കാലത്ത് യുദ്ധം വന്നപ്പോ ഫ്ലൈറ്റ് ഇല്ല. Last time we know that recently there were flights were cancelled. കപ്പലുകളെല്ലാം പ്രശ്നത്തിലാണ്. All the ships are in trouble. പലതും വഴി ഒട്ടിയിരിക്കുക. Everybody is in trouble. അതോടെ ഒത്തിരി പ്രശ്നങ്ങളായി. So many trouble happened. അമ്മ നമ്മൾ പറയും ലാസ്റ്റ് ബസ് പോയി കഴിഞ്ഞാൽ പിന്നെ രക്ഷയില്ല. The last bus is gone, we are stuck. നാളെ രാവിലെ ഫസ്റ്റ് ബസ്സേ ഉള്ളൂ. Only we get a bus and യേശുവിന് അങ്ങനെ ഇല്ല. Jesus is not like that. ഏത് രാത്രിയിലും Any time in the ഏത് night, കടലിലും whatever seas, അവന് വഴിയുണ്ട്. he has a path. അത് എത്തേണ്ടടുത്ത് അവൻ എത്തും. And he will reach where he has to. ഞാൻ അവിടെ ചെന്നു അവിടെയും കണ്ടില്ല, ഇവിടെ ചെന്നു ഇവിടെയും കണ്ടില്ല, ഇവർ എങ്ങോട്ട് പോയി ആർക്കറിയാന്ന് പറഞ്ഞ് പിന്നോട്ട് പോരുകയല്ല. Jesus was not looking here and there for his disciples. ദൈവാത്മാവ് ചിലർ ഇടപെടുകയാണ്. Holy Spirit is speaking to നീ you. ആയിരിക്കുന്ന സ്ഥലം അവൻ അറിയുന്നു. He knows where you നീ are. നേരിടുന്ന വിഷയം അവൻ അറിയുന്നു.
He knows what you are നീ suffering. മുങ്ങിപ്പോകാൻ പോവുകയല്ല, You are not going to drown. നീ തീർന്നു പോകാൻ പോവുകയല്ല. You are not going to drown. നിന്നെ ഉയർത്താൻ ദൈവത്തിന്റെ കരം ശക്തിയുള്ളതാണ്. God's hand is powerful to raise you up. കഥാവിൽ അവരെ കണ്ട് അവര് കാറ്റിനെ ശാസിച്ചു, കടലാനകാരികം എല്ലാവരും ശാന്തതയൊക്കെ വന്നു. There was a calm now. എനിക്ക് വളരെ സന്തോഷം തോന്നിയൊരു കാര്യം, പത്രോസ് എടുത്തൊരു ചാടി. The thing that I'm rejoicing is that Peter jumped into the sea. എന്ന് പറഞ്ഞാൽ യേശുവിനെ കണ്ട ഉടനെ When he saw Jesus, പത്രോസ് ചോദിക്കുക, ഞാനും വരട്ടെ. let me come, Lord. അതാണ് ഒരു വലിയ മനുഷ്യൻ ഒരുത്തിന്റെ ആവേശത്തിന്റെ ഒരു ഭാഗമാണ്. That is the great passion in a person. ഇതെന്നെ കടലിലൊക്കെ അല്ലേ, അങ്ങനെയല്ലേ, ഒന്നുമല്ല, കർത്താവേ നീ ആണെങ്കിൽ ഞാൻ അങ്ങ് വരട്ടെ എന്നാണ്. Whether it's a sea or the waves, he doesn't care. If you are you, Lord, let me come to you. അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ, If you have such a desire, വന്നോളൂ, please come. ഇതൊന്നും മനുഷ്യർക്ക് പറ്റത്തില്ല, ഇതൊക്കെ ദൈവത്തിനൊക്കെ പറ്റുള്ളൂ എന്ന് പറഞ്ഞോ? Did Jesus discourage him? നിനക്കൊന്നും പറ്റത്തില്ല, എനിക്ക് മാത്രമേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. Only you, I can do this, you cannot do this. അതാണ് ദൈവദിനത്തിൽ പറയുന്നത്, പ്രവചനപരം വാഞ്ചിപ്പീൻ എന്നാ. The word of God says to desire prophetic gifts. കൃപാവരങ്ങളെല്ലാം ആഗ്രഹിക്കണം, Desire the gifts of the Spirit. അതിനുവേണ്ടി വാഞ്ചിക്കണം, Oh, you need to desire for it. അതിനുവേണ്ടി കാത്തിരിക്കണം, You need to wait for it. അതിനുവേണ്ടി സമയം ചെലവഴിക്കണം. You need to spend time for it. ആഗ്രഹത്തിന്മേൽ ഒരു അത്ഭുതം സംഭവിക്കാൻ പോവുകയാണ്. Upon your desire, God is going to work. കർത്താവ് പറഞ്ഞു വരാൻ പറഞ്ഞു. Lord said to come to him. അന്നേരം മറ്റുള്ളവരൊക്കെ പറഞ്ഞു കാണും, പത്രോസ് എടുത്തിയാട്ടം കൂടുതലാണ്, ഇത് വെള്ളമാണ്, ഇവിടെ എല്ലായിടത്തും ചാടുന്ന പോലെ ഇവിടെ ചാടരുന്ന് പറഞ്ഞു കാണും. Others might have advised Peter, it's a sea, it's not like other places, don't just be rash. യൂദാസ് പറഞ്ഞു കാണാൻ, അച്ഛാ ഇറങ്ങുവാണെങ്കിൽ കൈ കാശ് വല്ലോണ്ടെങ്കിൽ തന്നേക്ക്, നനച്ച് കളയണ്ട. Judas might have said, if you have any money in your pockets, please give it to me, don't അങ്ങനെ get it back. പത്രോസിനെ ഇറങ്ങി വെള്ളത്തിൽ ചവിട്ടി. So Peter steps out and he is stepping into the water. എങ്ങനെയാ നടക്കുന്നത്? How can he walk on the water? പത്രോസിനോട് ചോദിച്ച പത്രോസ് പറയുന്ന ഒരു വാക്കിതായിരിക്കും, Peter would say like this, യേശുവിന്റെ മുഖത്ത് നോക്കിയ, I looked in the face of Jesus. യേശുവിന്റെ വാക്ക് കേട്ട, I listened to his voice. ഇത്രയുണ്ടെങ്കിൽ If I have this, നീ നടക്കും. I will walk. എവിടെയും നീ നടക്കും. You will walk anywhere. ഏത് വിശുദ്ധ നടുവിലും നടക്കും. You will walk in the midst of any യേശുവിന്റെ problem. മുഖത്ത് നോക്കിയാണെങ്കിൽ, If you can walk, look into his face. യേശുവിന്റെ വാക്ക് കേട്ടാണെങ്കിൽ, If you can listen to his voice, നീ മുങ്ങി പോകത്തില്ല, you will not drown. നീ നടക്കാൻ പോവുകയാണ്. You are going to walk. ഇന്ന് ദൈവാത്മാവ് ചില കുടുംബങ്ങൾ ദൂതാണ് ഈ പറയുന്നത്. Oh, this is a നീ message for some മുങ്ങി families. പോകത്തില്ല, You will not drown. നിന്റെ വഴി അടഞ്ഞു പോകത്തില്ല, Your door is not going to be നീ closed. ലജ്ജിതനായി മടങ്ങി പോകത്തില്ല, You won't be going back. നീ തലകുനിച്ചു painfully. പോകത്തില്ല. Your head won't go down. ദൈവം ഉയർത്താൻ പോവുകയാണ്, God is going to raise you up. ദൈവം നിന്നെ താങ്ങാൻ പോവുകയാണ്. God is going to hold you up. കിടക്കുന്നതിന് പക്ഷെ നമ്മുടെയൊക്കെ ഒരു സ്വഭാവം പത്രോസിന്റെ ഇടയ്ക്ക് ഉണ്ടാവും. Peter also has our nature. നടന്നു വരികയാണ്, He's walking around. കുറച്ച് കഴിഞ്ഞപ്പോ പുള്ളിക്ക് തോന്നി, After a time he feels. വളരെ ഇടയ്ക്ക് തിരിഞ്ഞിങ്ങനെ ശിഷ്യന്മാരെയൊക്കെ നോക്കി, He turned around and looked at the other disciples. ഞാൻ ആരാ മോൻ, You know who I am. ഞാൻ വേണ്ടെന്ന് വെച്ചിട്ടാണ്, I can do a lot of അല്ലെ stuff. പണ്ടേ ഞാൻ നടന്നേനെ. I could have walked even before. എനിക്ക് തോന്നുന്നു ഒരു വിഷയമൊന്നുമല്ല. This is nothing for me. ചിലർക്ക് ഇതാണ് അവസ്ഥ. Some people feel like this. ആരും ആണെന്ന് നിങ്ങൾക്ക് തോന്നുകയാണ്, They feel they are something. ഒരു വലിയ പുള്ളിയാന്ന് നിങ്ങൾക്ക് തോന്നുകയാണ്. They think they are somebody. നമ്മളല്ലയോ പുള്ളി എന്നാണ് ചിന്തിക്കുന്നത്. We are the person. ദേവോട് താഴേക്ക്. That's when he ആ drowns. നിമിഷം താഴെ പോയി. The next moment he goes down. പത്രോസ് താഴെ പോയത് എവിടെയാ? Where did he drown? പാകിസ്ഥാനിൽ പോയാണ് താണേ. He didn't drown in Pakistan. യേശുവിന്റെ കൈ നീട്ടിയെ പിടിക്കാവുന്ന താണു പോയി. He was so close to the Lord where he could have held the Lord's hand. യേശുവിന്റെ കൈ കൊണ്ട് നീട്ടി പിടിക്കാവുന്ന ദൂരത്തിൽ താണു പോയില്ലേ? He started drowning so close to the പിന്നെയാണ് Lord. നീ ബെന്തിക്കോസിലാന്ന് പറഞ്ഞിട്ട് കാര്യം? What is the use you are saying you നീ are സഭാ Pentecost? അംഗത്തുള്ള ആളെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? What is the use you are a church നീ member? ഏത് പള്ളിയിലെ ആരായിട്ടും കാര്യമൊന്നുമില്ല. What is the use you are somebody in the യേശുവിന്റെ church? കൺമുമ്പിൽ മുങ്ങിപ്പോയാണ്, He drowns in front of Jesus. അവിടെ താണുപോയി. That is where he അപ്പൊ falls അതുകൊണ്ട് down. ഇങ്ങനെ ഭാവിയിൽ അങ്ങനെയൊന്നും വിചാരിക്കരുത്. യേശു കൈ നീട്ടി പിടിക്കുന്ന ദൂരത്തിൽ അവൻ താണുപോയി. He started drowning where the Lord could easily reach out and hold him. പക്ഷെ ഒരു ഗുണമുണ്ടായി, But there was a good thing. പെട്ടെന്ന് ഒറ്റ വിളി വിളിച്ചു. He cried out. വായിൽ വെള്ളം കയറും മുമ്പേ, Before the water entered his mouth, വായിൽ വെള്ളം കയറും മുമ്പേ before the water came into എന്റെ his mouth, കർത്താവേ എന്നൊരു വിളി വിളിച്ചു. he cried out, my Lord. നമ്മുടെ ആൾക്കാർ വായിൽ വെള്ളമല്ല മണ്ണ് കയറിയാൽ പോലും വിളിക്കും. Sometimes we won't even cry out if we have soil in our mouth. ഈ കൊച്ചിയിലെ നേവിക്കാരെ പരിശീലിപ്പിക്കുന്നത് ഞാൻ പോയി കണ്ടിട്ടുണ്ടോ? I've seen the way they train the Navy കൊച്ചി people. ആർവർ പാലത്തിൽ നിന്ന് താഴോട്ട് ചാടുവര്. They have to jump from the bridge into the അവര് sea. ചാടി ഇങ്ങനെ മുങ്ങി പിന്നെ പൊങ്ങി ഇങ്ങനെ They go വരുമ്പോ down and come back.
ചില പൊങ്ങി വരത്തില്ല, അപ്പോഴത്തേക്ക് അവന്മാരും മുങ്ങി പോയി പൊക്കിക്കൊണ്ട് വരും. Some of them don't even come up. They have other divers go and get him. പിന്നെ ബോട്ട് ഇങ്ങനെ നീക്കി കൊണ്ടു അവരിങ്ങനെ തുഴഞ്ഞു വരുന്നവരെ കൊണ്ടുവന്ന് കാണാം. And then they get them on the boat. എന്ന് പറഞ്ഞ പോലെ പത്രോസ് അങ്ങ് മുങ്ങിപ്പോയി And Peter started drowning. അടിയിലൊക്കെ ചെന്നിട്ട് അടിയിൽ പോയിട്ട് Peter didn't go down into the depth of the sea. ഒന്ന് പൊങ്ങി വന്നിട്ട് And then he comes up. വായി നിറച്ച് വെള്ളവും വെച്ചുകൊണ്ട് Oh, his mouth is full of water. നിങ്ങൾ വിചാരിക്കും ഈ വിദ്യാഭ്യാസം ഇല്ലാത്തവനൊക്കെ വിളിച്ച എങ്ങനെ ഇരിക്കും. ഇന്നത്തെ വളരെ ശബ്ദം ഇതാണ്. Now this is the condition of many. ശബ്ദം ശരിയായിട്ടും അല്ല വരുന്നത്. There is no voice. പ്രാർത്ഥന ശരിയായിട്ടല്ല വരുന്നത്. There is no prayer noise. ശബ്ദം ശരിയാണെങ്കിൽ, If your sound is good, ബന്ധം ശരിയാണെങ്കിൽ, if your relationship is good, സാന്നിധ്യം ശരിയാണെങ്കിൽ, if your presence is good, വേണ്ടത് കാലത്ത് കൈയെ കയറി പിടിച്ചു, then immediately Jesus holds his hand. പൊക്കിയെടുത്തു. He lifts him up. അവനെ പിന്നെ എടുത്തോണ്ടല്ല പോയത്. He was not dragging him through the water. കുപ്പിയാക്കി എടുത്തോണ്ട് പോകണോ എടുത്തോണ്ട് പോയി പടയിലേക്ക് ഇടുവൊന്നുമല്ല ഇത്. He was not carrying Peter and throwing him into the ആണ് boat. സ്ഥലത്തുനിന്ന് പൊക്കിയെടുത്തു. Where he was drowned, Jesus lifted him up. അവയെ കരയ്ക്ക് കയറ്റിയെങ്കിൽ And he walked him to the രക്ഷിക്കുന്ന ground. ഒരു കരം കർത്താവിനുണ്ട്. There is a hand that saves you. എല്ലാം കണ്ടു അടച്ചാട്ടെ. Oh, let's all close our eyes. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഞാൻ ദൈവം വെച്ചാൽ ഞാൻ ആരാധന കഴിഞ്ഞ ഉടൻ തന്നെ എയർപോർട്ടിൽ പോകണം. 4 മണിക്ക് ഫ്ലൈറ്റാണ്. നിങ്ങളുടെ പ്രാർത്ഥന എനിക്ക് ആവശ്യമാണ്. കർത്താവിന് സ്തോത്രം. ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. എല്ലാ കണ്ണുകൾ അടച്ച് ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. പരിശുദ്ധ ദൈവമേ, സ്വർഗീയ പിതാവേ, ഇന്ന് അങ്ങയുടെ സഭയെ, ദൈവദാസനെ, കുടുംബത്തെ, കുഞ്ഞുങ്ങളെ, സഭയിലുള്ള എല്ലാ ദൈവത്തിന്റെ മക്കളെയും എല്ലാ കുടുംബങ്ങളെയും ബലമുള്ള കാര്യങ്ങളിലേക്ക് ഏൽപ്പിച്ച് യേശു ക്രിസ്തുവിന്റെ നാമം ചൊല്ലി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ സഭ ഈ പട്ടണത്തിൽ ഉണരുവാനായി ദൈവദാസനും കുടുംബവും ദൈവമക്കളും ദൈവദാസന്മാർ ഒരുമിച്ച് ആത്മാവിൽ ഒരു വലിയ കൊയ്ത്തിലേക്ക് നയിക്കപ്പെടുവാൻ നാമം ചൊല്ലി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തു നാമത്തിൽ തന്നെ. Amen.